നമസ്കാരം. ആഗോള വ്യാപാര രംഗത്ത് വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തിക്കൊണ്ട് ഇതാ മറ്റൊരു വലിയ പ്രഖ്യാപനം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. റഷ്യയുടെ തന്ത്രപ്രധാനമായ നോർത്തേൺ സീ റൂട്ടിൽ സഹകരിക്കാൻ ഇന്ത്യ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഔദ്യോഗികമായി തന്നെ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആഗോള മാരിടൈം ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്വാധീനം കൂടുതൽ ശക്തമാക്കുന്ന ഈ പുതിയ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. എന്താണ് ഈ സമുദ്രപാതയുടെ പ്രത്യേകത? ഇന്ത്യയുടെ ഈ താൽപര്യത്തിന് പിന്നിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം എന്താണ് ഉത്തര സമുദ്രപാത അഥവാ നോർത്തേൺ സീ റൂട്ട് എന്ന് നമുക്ക് നോക്കാം. ആർട്ടിക് സമുദ്രത്തിലൂടെ യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന അതിവേഗ സമുദ്രപാതയാണിത്. റഷ്യയുടെ തീരത്തുകൂടി കടന്നുപോകുന്ന ഈ പാത വഴി യൂറോപ്പിലേക്കുള്ള യാത്രാ ദൂരവും സമയവും ഇന്ധനച്ചെലവും വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. ഈ പാതയുടെ വികസനത്തിലും ഉപയോഗത്തിലും ഇന്ത്യയും റഷ്യയും തമ്മിൽ വലിയ തോതിലുള്ള പങ്കാളിത്തത്തിന് സാധ്യതയുണ്ടെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉത്തര സമുദ്രപാതയിൽ സഹകരിക്കാൻ ഇന്ത്യ ഔദ്യോഗികമായി താൽപര്യം പ്രകടിപ്പിച്ചതായി പുടിൻ സ്ഥിരീകരിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം പുതിയൊരു തലത്തിലേക്ക് ഉയരുന്നതിന്റെ തെളിവാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ ആർട്ടിക് സമുദ്രപാതയിൽ ഇത്രയധികം താൽപര്യം കാണിക്കുന്നത്? ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി വ്യാപാര ലാഭം. പരമ്പരാഗതമായ സൂയസ് കനാൽ പാതയെ അപേക്ഷിച്ച് സമയം വളരെ കുറവുള്ള ഒന്നാണ് ആർട്ടിക് പാത. ഇത് ഇന്ത്യയുടെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും വലിയ തോതിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കും. രണ്ടാമതായി ഊർജ സുരക്ഷ. റഷ്യയിൽ നിന്നുള്ള എണ്ണയും പ്രകൃതി വാതകവും വേഗത്തിലും സുരക്ഷിതമായും ഇന്ത്യയിലെത്തിക്കാൻ ഈ പാത വഴി സാധിക്കും. ഇന്ത്യയുടെ ആർട്ടിക് നയത്തിന് കീഴിൽ ഈ മേഖലയിൽ ശാസ്ത്രീയ ഗവേഷണങ്ങളും വാണിജ്യപരമായ നീക്കങ്ങളും ഇന്ത്യ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. റഷ്യയുമായി ചേർന്ന് ഈ പാതയുടെ വികസനത്തിൽ പങ്കാളിയാകുന്നത് ഇന്ത്യയുടെ സമുദ്ര വ്യാപാരത്തിന് വൻ കുതിച്ചുചാട്ടമാകും നൽകുക. എന്നാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും കണ്ണിൽ ഇത് വലിയ വിഷയമാണ്. ആർട്ടിക് മേഖലയിൽ റഷ്യയുടെ മേധാവിത്വമുള്ള ഈ പാതയിൽ ഇന്ത്യ സഹകരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളെയും നയങ്ങളെയും പ്രതിരോധിക്കുന്നതിൽ റഷ്യയ്ക്ക് വലിയ പിന്തുണയാകും. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും എതിർപ്പുകളെ വകവെക്കാതെ രാജ്യത്തിന്റെ ഊർജ ആവശ്യങ്ങൾക്കും സാമ്പത്തിക വളർച്ചയ്ക്കും ഏത് സുപ്രധാന തീരുമാനവും എടുക്കാൻ ഇന്ത്യ തയ്യാറാണെന്നതിൻ്റെ വ്യക്തമായ സന്ദേശമാണ് ഈ കൂട്ടായ്മ നൽകുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഉത്തര സമുദ്രപാതയിലെ ഇന്ത്യയുടെ ഈ പുതിയ താൽപര്യം ആഗോള വ്യാപാര ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തമാക്കും എന്നതിൽ സംശയമില്ല. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള നിർണായക അന്താരാഷ്ട്ര വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.